യഥാർത്ഥത്തിൽ ചാൻസലർക്കുള്ള അധികാരം നിയമസഭ പാസാക്കുന്ന നിയമങ്ങളിലൂടെയുള്ളതാണ്. ഇന്നത്തെ കോടതി വിധി, കഴിഞ്ഞ ദിവസത്തെ ആ കോടതി വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിലവിലുള്ള വിധിയിൽ ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ആ വിധിയിലാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. അതിൽ തന്നെ കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് VC-യുടെ ഒരു ഒഴിവ് താൽക്കാലികമായി വന്നാൽ എന്ത് ചെയ്യണം എന്നത് ഈ യൂണിവേഴ്സിറ്റി നിയമം എങ്ങനെയാണ് പരാമർശിക്കുക, അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ നിലപാട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സർക്കാരിന് അധികാരമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ എന്ത് വേണം, ഈ വിധി പുനഃപരിശോധിക്കുക ഞങ്ങളുടെ പരിധിപ്പെടുന്നതല്ല. കോടതി പറഞ്ഞു, നിലവിലുള്ള നിയമത്തിനനുസരിച്ച് താൽക്കാലികമായതാണെങ്കിൽ, അത് KTU മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചുമതല ഏൽപ്പിക്കാനെന്ന് സംസ്ഥാന നിയമം വ്യക്തമാക്കുന്നുണ്ട്. ചാൻസലർക്കുള്ള അധികാരവും സംസ്ഥാന നിയമം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ അതിനപ്പുറത്തൊന്നും കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഈ വിധിയിൽ പറഞ്ഞിട്ടില്ല. അത് വിധി വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, സർക്കാരിന് യൂണിവേഴ്സിറ്റികളുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല. അദ്ദേഹം തന്നെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി വിധി, കണ്ണൂർ VC-യുടെ വിധി, അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധി, ബംഗാളിലുള്ള എല്ലാ സർവകലാശാലകളിലും, എല്ലാത്തിലല്ല മഹാഭൂരിപക്ഷം സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചാൻസലറുടെയും ഗവൺമെന്റിന്റെയും വ്യത്യസ്ത സമീപനങ്ങൾ മൂലമുണ്ടായി. അതിലാണ് സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അസാധാരണമായ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിലാണ് സുപ്രീം കോടതി തന്നെ ഒരു സെലക്ട് കമ്മിറ്റി, മുൻ ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് ലളിതിന്റെ അധ്യക്ഷതയിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ വെച്ചു. സുപ്രീം കോടതി വച്ചതിനകത്ത് ഗവൺമെന്റിന്റെ കൂടെ അഭിപ്രായം മാനിച്ചിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ ഒരു പാനൽ സുപ്രീം കോടതി തന്നെ ആ വിധിയുടെ അനുബന്ധമായി ചേർന്നു. അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിൽ നാം കാണേണ്ട ഭാഗം, സുപ്രീം കോടതി പറയുന്നത്, ഈ കമ്മിറ്റി അപേക്ഷയ്ക്ക് ക്ഷണിച്ച് ആവശ്യമായ പരിശോധന നടത്തി ഒരു പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. ചാൻസലർക്കല്ല, മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. ആ പാനലിൽ നിന്ന് പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം. 1, 2, 3 ആർക്കാണ് ഒന്നാമത്തെ പ്രയോറിറ്റി, ആർക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി, ആർക്കാണ് മൂന്നാമത്തെ പ്രയോറിറ്റി, മുഖ്യമന്ത്രി നിശ്ചയിക്കണം. അത് കണ്ണൂർ കേസിന് ശേഷം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ്. അപ്പോൾ സർക്കാരിനൊരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാടെങ്കിൽ, ഈ വരുന്ന സാധാരണ ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ നേരെ ഈ സെർച്ച് കമ്മിറ്റി പാനൽ ഗവർണർക്കാണ് കൊടുക്കും, ചാൻസലർക്ക് കൊടുക്കുന്നത്. ഗവർണറല്ല, ചാൻസലർക്കാണ് കൊടുക്കുന്നത്. ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നൽകണം. മുഖ്യമന്ത്രി 1, 2, 3 നിശ്ചയിച്ചിട്ട് ചാൻസലർക്ക് കൊടുക്കണം. ചാൻസലർക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം, പക്ഷേ വിത്ത് സ്പെസിഫിക് റീസൺസ്. ഈ ഒന്നാമത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഇന്ന കാരണം കൊണ്ട് രണ്ടാമത്തെ ആളാണ് യോഗ്യനെന്ന് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ ആ എഴുതി വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി നൽകിയ ക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പം മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ സംവിധാനത്തിന് നയിക്കുന്നത്. മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹമാണ്. അപ്പം മന്ത്രിസഭയുടെ തലവനായി മുഖ്യമന്ത്രിയാണ് ക്രമം നിശ്ചയിക്കേണ്ടതെന്നും ആ ക്രമം മാറ്റാൻ ചാൻസലർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ വിത്ത് വാലിഡ് റീസൺ റിട്ടനായിട്ട് വേണം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതി വിധി. അപ്പൊ സംസ്ഥാന സർക്കാരിന്, സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതി വിധി എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ ഇതുകൂടി വായിച്ചു നോക്കണം, ഈ ഭാഗം കൂടി വായിക്കണം.